എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ അവാർഡിൻ്റെ 6-ഇഞ്ച് ഹൈഫൈ സ്പീക്കറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് കൊറിയറായിട്ട് അയച്ചു തന്നതാണ്. ഇലക്ട്രോണിക്സ് കച്ചേരിക്കുന്ന് എന്ന് പറയുന്നൊരു ചാനലിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമുക്ക് കൊറിയറിൽ നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും ഈ കവറിങ് ഒന്ന് അഴിച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിലേക്ക് നോക്കാം. കുറച്ചും കൂടെ സേഫായിട്ട് കൊറിയർ അയക്കാമായിരുന്നു. കാരണം പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് സ്പീക്കർ മാത്രമാണ് വെച്ചിരുന്നത്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളതൊന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, സ്പീക്കറിന് എന്തായാലും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, നാങ്ങായിട്ടൊന്നും പോയിട്ടില്ല. അടുത്തത് കൂടി നോക്കാം. ഓക്കെ, രണ്ട് സ്പീക്കറും കുഴപ്പമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ബോക്സ്. നമുക്കിവിടെ കാണാൻ കഴിയും. ഓഡിയോഎക്സ് ഹൈഫൈ സ്പീക്കർ എഴുതിയിട്ടുണ്ട്. 4 ohms 30 watts. ഇത് തന്നെയാണ്, ഈ സ്റ്റിക്കർ തന്നെയാണ് അവരിവിടെ ചെയ്തേക്കുന്നത്. മറ്റ് പ്രത്യേകിച്ചൊന്നും ബോക്സിലില്ല. രണ്ട് ബോക്സിലും അവരുടേതായിട്ടുള്ള ബ്രാൻഡിങ് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്പീക്കറിലേക്ക് വരാം. അപ്പം കൊറിയർ അയച്ചതിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം കുറച്ചും കൂടെ ഒന്ന് സേഫായിട്ട് അയക്കാമായിരുന്നു. കാരണം സ്പീക്കറാണല്ലോ, കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു കുഷനും കൂടെ വെച്ചിട്ട് നമുക്ക് അയക്കാമായിരുന്നു. ഓക്കെ, വാട്ടോട്ടി സേഫായിട്ട് സംഭവം കയ്യിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓഡിയോഎക്സിൻ്റെ 6-ഇഞ്ച് ഹൈഫൈ സ്പീക്കർ എന്ന് പറയുന്നത്. പുതിയ പ്രോഡക്റ്റ് അല്ല, നമുക്ക് അറിയാവുന്നതാണ്. പണ്ട് തൊട്ടേ നമുക്ക് മാർക്കറ്റിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് മിഡ് റേഞ്ച് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്പീക്കർ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ മിഡ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന് കൂടുതൽ ഡേറ്റാസൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ നമ്മളെന്തായാലും വെക്കാനിരുന്നത് ബോൾട്ടൻ്റെ ആയിരുന്നു. അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 ohmsലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 ohms തന്നെയാണ്. 30 watts, ഇത് കറക്റ്റ് 30 watts തന്നെ ആകാനാണ് ചാൻസ്. അതിനുള്ളൊരു ഇതിൽ കാണുന്നുള്ളൂ. ലുക്ക് അടിപൊളിയാണ്. അത്യാവശ്യം ഡെപ്തുള്ളൊരു കോണാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പേപ്പർ കോണാണ്. ഓഡിയോഎക്സിൻ്റെ ബ്രാൻഡിങ് അവിടെ കാണാൻ കഴിയും. നല്ലൊരു ലുക്ക് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് എല്ലാം അവരിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി പഴയ സ്റ്റോക്കാണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കാരണം ഇത് എന്നോട്ടേ ഉള്ളൊരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 650 രൂപയാണ് ഒരു പീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ 2 പീസ് വാങ്ങിച്ചത് നമുക്ക് ടവർ ബോക്സ് ചെയ്യുന്നതിനായിട്ട് മിഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മിഡായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മൾ ടവർ ബോക്സ് പണിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മിഡായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും. എന്നാലും നമുക്കിതൊന്ന് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ ലിങ്കല്ല, അതിൻ്റെ പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാഗ്നറ്റ് സൈസ് വരുന്നുണ്ട്. 4 inch സൈസിലും മാഗ്നറ്റ് വരുന്നുണ്ട്. ഒരു 1/2 ഇഞ്ചോളം ഹൈറ്റുള്ള മാഗ്നറ്റാണ്. ബാക്കി ഫ്രെയിമൊക്കെ നോർമൽ വരുന്ന 6 inch സ്പീക്കറിൻ്റെ വൂഫറിൻ്റെ ഫ്രെയിം തന്നെയാണ്. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു സ്പൈഡർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോയിൽ സൈസ് എത്രയെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇനിഷ്യലി നമ്മുടെ ലുക്ക് വെച്ചിട്ട് നമുക്ക് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യിച്ച് എൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റിങ്. നല്ല അടിപൊളിയായിട്ടുള്ള വർക്കിംഗ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ബേസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. നമ്മുടെ ഓഡിയോഎക്സിൻ്റെ 6 ഇഞ്ച് ഹൈഫൈ സ്പീക്കറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. നമ്മൾ ടവർ ബോക്സിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു മിഡായിട്ടുള്ള പെർഫോമൻസ് എത്രത്തോളം നമുക്ക് ആ ഒരു വീഡിയോയിൽ കൂടെ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.